ഓർമ്മപ്പെടുത്താനുള്ളത്, നാളെയാണ് നമ്മൾ കാത്തിരിക്കുന്ന ആ സുന്ദരമായ സുദിനം. വർഷങ്ങളായി ഈ വിനീതൻ മനസ്സിൽ ആഗ്രഹിക്കുകയും പ്രതീക്ഷയോടെ ദുആ ചെയ്യുകയും പരിശുദ്ധമായ മക്കയിലും മദീനയിലും ഖദീജ ഉമ്മർ റളിയല്ലാഹു അൻഹയുടെ ഹളറത്തിലും എല്ലാ മഹാന്മാരുടെ ഹളറാത്തുകളിലും സിയാറത്ത് ചെയ്യുന്ന സന്ദർഭങ്ങളിലുമെല്ലാം നാഥനായ റബ്ബിനോട് ചോദിച്ച വലിയൊരു ചോദ്യത്തിന്റെ ഉത്തരമാണ് നാളത്തെ മദനീയം അക്കാദമിയുടെ ശിലാസ്ഥാപന കർമ്മം. മഹാനായ ശൈഖുന സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകൾ അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ കുവൈത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്ന് ബാംഗ്ലൂരിൽ നിന്ന് മറ്റൊരു ഫ്ലൈറ്റിൽ ശൈഖുന ഉസ്താദ് അവറുകൾ മംഗലാപുരത്തെത്തി. ഇപ്പോൾ മംഗലാപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഐതിഹാസികമായ സുന്നി യുവജന സംഘം കർണാടകയുടെ 30ാം വാർഷിക മഹാസമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ പരിപാടി കഴിഞ്ഞാൽ ഉസ്താദ് നേരെ നമ്മുടെ മഹത്തായ മദനീയം ക്യാമ്പസ് നിലനിൽക്കുന്ന പള്ളങ്കോടിലേക്ക് യാത്ര തിരിക്കും. ഇൻഷാ അല്ലാഹ് രാത്രിയോടുകൂടെ അവിടെ എത്തുന്ന ശൈഖുന ഉസ്താദ് അവറുകൾ നാളെ രാവിലെ കൃത്യം 8 മണിക്ക് നമ്മുടെ മഹത്തായ മദനീയം അക്കാദമിക്ക് ഇൻഷാ അല്ലാഹ് അതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. ശൈഖുന ഉസ്താദ് അവറുകൾ തൊട്ടതെല്ലാം പൊന്നാണ്. ഉസ്താദ് എന്തെല്ലാം മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടോ, എന്തെല്ലാം പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ടോ, എന്തെല്ലാം ഈ സമൂഹത്തിന് വേണ്ടി ഉസ്താദ് ആവിഷ്കരിച്ചിട്ടുണ്ടോ, തുടങ്ങി വെച്ചതുണ്ടോ, അതെല്ലാം പൂർത്തിയാകുന്ന കർണാനന്ദകരമായ കാഴ്ചയാണ് മുഅ്മിനീങ്ങളായ നമുക്ക് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത്. കേവലം ഒരു 5 വർഷത്തെ 10 വർഷത്തെ ജീവിതമല്ല, കഴിഞ്ഞ 90 ജീവിതത്തിന്റെ ഇടയിൽ ഉസ്താദ് അവറുകൾ തുടങ്ങി വെച്ചതും ഉസ്താദ് അവറുകൾ നേതൃത്വം കൊടുത്തതുമായ പദ്ധതികൾ അതെല്ലാം ഈ ഉമ്മത്തിന് വലിയ ഉപകാരങ്ങളായിട്ടുണ്ട്. അതെല്ലാം ഈ ഉമ്മത്തിന്റെ ഈ ദീനിന്റെ വലിയ വളർച്ചയ്ക്ക് വലിയ കാരണമായിട്ടുണ്ട്. ആർക്കും അത് നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ ഉസ്താദ് അവറുകളുടെ പ്രവർത്തനങ്ങൾ അത് വളരെയധികം ശ്ലാഘനീയവും അത്ഭുതകരവും വളരെയധികം വിപ്ലവാത്മകവുമാണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്, ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ കേരളത്തിൽ ഇത്രമാത്രം പ്രോജ്വലിച്ചു നിന്ന ഒരു വലിയ വിപ്ലവാത്മകമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ വേറെ ഒരു പണ്ഡിതനെ നമുക്ക് കാണിച്ചു തരാൻ കഴിയുകയില്ല. ഇന്ത്യ ചരിത്രത്തിൽ തന്നെ കാണിച്ചു തരാൻ കഴിയില്ല. അത്രമാത്രം ഈ പവിത്രമായ ദീനിനെ തന്റെ ജീവിതകാലം മുഴുവനും ഈ വിശ്രമിക്കേണ്ട സമയത്ത് പോലും ഉസ്താദ് അവറുകൾ കുവൈത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആ കുവൈത്തിൽ നിന്ന് യാത്ര ചെയ്ത് കുവൈത്തിലെ വ്യത്യസ്തങ്ങളായ പരിപാടികളിൽ പങ്കെടുക്കുന്നു. ഒരുപാട് അറബി പ്രമുഖന്മാരെ കാണുന്നു. അവിടെ നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര ചെയ്യുന്നു. ബാംഗ്ലൂരിൽ ഉസ്താദ് വന്നിറങ്ങുന്നു. അവിടെ നിന്ന് മറ്റൊരു ഫ്ലൈറ്റിൽ ഉസ്താദ് മംഗലാപുരത്തേക്ക് വരുന്നു. ഈ പരിപാടി കഴിഞ്ഞാൽ ഉസ്താദ് പിന്നെയും ഈ യാത്ര തുടരുകയാണ്. അല്ലാഹ് നീ ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്, ആരോഗ്യം നൽകണേ അല്ലാഹ്. ആ ഉസ്താദിന്റെ വരവ് കാത്തിരിക്കുകയാണ് ഒരു നാട്, ആ പള്ളങ്കോട് എന്ന് പറയുന്ന നാട് ഉസ്താദിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രതീക്ഷയോടെ. ആയിരങ്ങൾ ഇൻഷാ അല്ലാഹ് പള്ളങ്കോട് മദനീയം ക്യാമ്പസിലേക്ക് നാളെ രാവിലെ 7 മണി മുതൽ നമ്മുടെ പരിപാടി ആരംഭിക്കുമ്പോ അതിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി എത്തിച്ചേരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പരിപാടികളെല്ലാം വിചാരിച്ചതിനേക്കാളും ഭംഗിയിൽ അല്ലാഹു നമുക്ക് നടത്തി തരട്ടെ. നമ്മുടെ പദ്ധതികളെല്ലാം അല്ലാഹു വിജയിപ്പിക്കട്ടെ. ധാരാളം സാദാത്തുക്കളും ധാരാളം ആലിമീങ്ങളും
ധാരാളം പൗരപ്രമുഖന്മാരും പണ്ഡിതന്മാരും ഉസ്താദുമാരും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ വ്യത്യസ്തങ്ങളായ പ്രതിഭകളും പങ്കെടുക്കുന്ന മഹത്തായ പരിപാടിയാണ് നമ്മുടെ പരിപാടി. അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാ മുഅ്മിനീങ്ങളെയും ആ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ആദ്യമുള്ള കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച് കൂടുതൽ ആളുകൾ പരിപാടിക്കും എത്തുമെന്നുള്ളത് കൊണ്ടും അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ് അവിടെയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ മദനിയ അക്കാദമിയുടെ പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട്. എന്നാലും ഇൻഷാ അല്ലാഹ് വരുന്നവർക്ക് രാവിലെ ആയത് കാരണത്താൽ ഒരു ഭക്ഷണം എന്തായാലും കൊടുക്കണമെന്ന് തീരുമാനിക്കുകയും അൽഹംദുലില്ലാഹ് അതിലേക്ക് വേണ്ട കറികൾക്ക് ആവശ്യമായ ഇറച്ചികൾ ഒരു സഹോദരൻ ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സഹോദരന്റെ ഭാര്യ ഗർഭിണിയാണ്. അല്ലാഹു നല്ല റാഹത്തുള്ള സുഖപ്രസവം അല്ലാഹു നൽകട്ടെ. അതിലേക്കുള്ള പത്തിരി നാളെ രാവിലെ തന്നെ നിങ്ങൾ ചുട്ട് ഇൻഷാ അല്ലാഹ് 7 മണിയാകുമ്പോഴേക്കും നമ്മുടെ മദനീയം ക്യാമ്പസിൽ എത്തിച്ചേരണം. അതിന്റെ പരിസര പ്രദേശങ്ങളിൽ ഉള്ളവരാണ് ആ വിഷയം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് അതിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഒരുപാട് നാടുകളുണ്ട്. ഗാളിമുഖം, അതുപോലെ തന്നെ ഈശ്വരമംഗലം, കൊട്ടിയാടി, അതുപോലെ തന്നെ അഡ്ഡൂർ, അതുപോലെ പള്ളങ്കോട്, പള്ളത്തൂർ, അങ്ങനെ തുടങ്ങിയ അതിന്റെ പരിസരങ്ങളിലുള്ള എല്ലാ നാട്ടുകാരും സജീവമായി അക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഇൻഷാ അല്ലാഹ് അവിടെയുള്ള മുത്തുമോമിനീങ്ങളും മുത്തുമോമിനാത്തുകളും എല്ലാ ഉമ്മമാരും ഒരു 66 പത്തിരി എന്ന രൂപത്തിൽ ആ മഹത്തായ പദ്ധതിയിലേക്ക് ആ സമയത്തേക്ക് കൊടുത്തയച്ചാൽ, രാവിലെ തന്നെ ചുട്ടിട്ട് വേഗം കൊടുത്തയച്ചാൽ ഇത് വലിയൊരു ബർക്കത്താകും. അസ്മാഉൽ ഹുസ്നയുടെ എണ്ണം, നമ്മൾ അല്ലാഹു എന്ന നാമത്തിന്റെ അതിന്റെ എണ്ണമാണല്ലോ 66. അത് നമ്മൾ ധാരാളം ചൊല്ലുന്നതാണ്. ഇൻഷാ അല്ലാഹ് അത് ആ എണ്ണം ഇൻഷാ അല്ലാഹ് എല്ലാവരും കൊടുത്തയക്കണം. അതിന്റെ പരിസരങ്ങളിൽ ഉള്ളവരാണ് കൊടുത്തയക്കേണ്ടത്, ദൂരമുള്ളവരോടല്ല ഈ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് ആയിരുന്നാ മതി. നിങ്ങൾക്കൊക്കെ ഇൻഷാ അല്ലാഹ് നാളത്തെ പരിപാടി ലൈവായി കാണാൻ കഴിയും. അതിന്റെ ലിങ്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് കമന്റ് ബോക്സ്